بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. ഈ മഹത്തായ സ്നേഹ സംഗമത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയങ്കരായ സഹോദരന്മാരെ, ഒരുപക്ഷേ ലോകത്തിൻ്റെ പല ദിക്കുകളിലും ആധുനിക സംവിധാനം ഒരുക്കിക്കൊണ്ട് ബൈലക്സിലൂടെ പല ദിക്കുകളിലും ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന സഹൃദയരെ, ഒരു മഹത്തായ ആശയത്തിൻ്റെ പ്രമാണബദ്ധമായ അവതരണത്തെ പ്രതീക്ഷിക്കുന്ന നിങ്ങളോട് തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കാനുള്ള കാര്യം, ലോകത്തെ മൊത്തത്തിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ സംഘർഷഭരിതമായ, സംഘടനാത്മകമായ, തികച്ചും മനുഷ്യന്റെ ജീവിതത്തിന് സ്വസ്ഥതയില്ലാത്ത, സ്വാസ്ഥ്യം കെടുത്തുന്ന പല വിഷയങ്ങളും വ്യാപകമായ അർത്ഥത്തിൽ ലോകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ഇവിടെ ഇതായി ഒരു ഓഡിറ്റോറിയത്തിലെ 4 ചുവരുകൾക്കുള്ളിൽ ഈ വിഷയാവതരണം കേൾക്കാൻ വന്നിട്ടുള്ള
നാം ശാന്തിപൂർണമായ ഒരു ജീവിതത്തെ അന്വേഷിക്കുകയാണ്. ശാന്തി തേടുന്ന മനുഷ്യനെന്ന അർത്ഥഗർഭമായ നമ്മളെല്ലാം വളരെ ആഗ്രഹിക്കുന്ന ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ അതിനെ അർഹത നേടുക, ശാന്തിപൂർണമായി ജീവിക്കാൻ നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നത് ഗൗരവമായ പഠനത്തിന് വിധേയമാകേണ്ട ഒന്നാണ്. അറിയുക, ലോകത്തിന്റെ ഒരു കോണുകളിലും പരിപൂർണമായി സമാധാനം അനുഭവിക്കുന്ന ആരുമില്ലെന്ന് നാം തിരിച്ചറിയണം. മനുഷ്യന്റെ ജീവിതത്തിൽ മതം ഇടപെടുന്നത് ഇവിടെയാണ്. ലോകത്ത് എത്രയോ ദർശനങ്ങൾ, മത സംരംഭങ്ങൾ, മതത്തിന്റെ പേരിൽ ഉദ്ഘോഷിക്കപ്പെടുന്ന ചിന്തകൾ, ഇതെല്ലാം വിലയിരുത്തുമ്പോൾ ഒരു മതത്തിന്റെ പേര് തന്നെ സമാധാനം എന്നായത് അത്ഭുതകരമാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, ഹിന്ദുമതം ഒരു ആശയത്തെ സൂചിപ്പിക്കുന്നില്ല, ഒരു പ്രദേശത്തെ സൂചിപ്പിക്കുന്നു. ക്രിസ്ത്യാനിറ്റി അതെ, ആ പദത്തിന്റെ അർത്ഥം എന്താണ്? ആ പദം ഒരാശയത്തെ മുന്നോട്ട് വെക്കുന്നുണ്ടോ? ജൈനമതം എന്ന ആ പേര് ഒരാശയത്തെ മുന്നോട്ട് വെക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ ബുദ്ധമതം, കൺഫ്യൂഷ്യാനിസം, ഇതൊക്കെ ആ പേരുകൊണ്ട് ഒരാശയത്തെയോ ആദർശത്തെയോ ഒരു സിദ്ധാന്തത്തെയോ മുന്നിൽ വെക്കുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് വളരെ വ്യക്തമായി നാം അറിയേണ്ട കാര്യം. എന്നാൽ ഇസ്ലാം, ആ പദം തന്നെ എന്താണ്? സമാധാനം എന്നാണ്, സമർപ്പണം എന്നാണ്. ആരുടെ മുമ്പിലാണ് നാം നമ്മെ സമർപ്പിക്കുന്നത്? അനന്തവിസ്തൃതമായ മഹാപ്രപഞ്ചത്തെ സംവിധാനിച്ച് അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ. നിങ്ങൾ അറിയുക, നമ്മുടെ ഹൈവേകളിൽ ആക്സിഡന്റുകൾ സംഭവിക്കാറുണ്ട്. ഇന്ന് ഞങ്ങൾ ഷാർജയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ആക്സിഡന്റ്, അതുകൊണ്ട് കുറച്ച് സമയം വാഹനങ്ങൾ ബ്ലോക്കായി. മനുഷ്യർ നിയന്ത്രിക്കുന്നിടത്തെല്ലാം പ്രശ്നങ്ങളാണ്. അത്ഭുതകരമായ ഒരു കാര്യം, വിശുദ്ധ ഖുർആൻ ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിന്നാസ്, വിശുദ്ധ ഖുർആനിലെ 30-ാം അധ്യായം സൂറത്തുർ റൂം 41-ാമത്തെ വചനമാണ്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലും കുഴപ്പങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ബിമാ കസബത് ഐദിന്നാസ്, മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ചത് കാരണം കൊണ്ട്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലും. ആകാശത്തിൽ നിന്ന് പടച്ചോൻ പറഞ്ഞില്ല. എന്തേ പറയാതിരുന്നത്? അതൊരു അത്ഭുതകരമാണ്. ആകാശത്തിലും ഭൂമിയിലും കടലിലും കുഴപ്പം പ്രത്യക്ഷപ്പെട്ടു. ബിമാ കസബത്ത് ഐദിന്നാസ് എന്ന് പറഞ്ഞില്ല. കടലിനെ മനുഷ്യനെ അള്ളാഹു അധീനപ്പെടുത്തി കൊടുത്തു, നേരിട്ട് ഇടപെടാൻ. കരയെയും മനുഷ്യനെ അധീനപ്പെടുത്തി കൊടുത്തു, നേരിട്ട് ഇടപെടാൻ. ആകാശഗോളങ്ങളിൽ നേരിട്ട് ഇടപെടാൻ അള്ളാഹു മനുഷ്യന് വകുപ്പ് നൽകിയില്ല. അതുകൊണ്ട് സൂര്യൻ ഇന്ന് വരെ അതിന്റെ സഞ്ചാരപഥം തെറ്റി ഓവർടേക്ക് ചെയ്ത് ഒരാക്സിഡന്റ് ഉണ്ടാക്കിയില്ല. 13 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള സൂര്യൻ, അതിന്റെ 10 ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രങ്ങൾ, അത്ഭുതകരമാണ് മഹാപ്രപഞ്ചം, ഗാലക്സികൾ, മിൽക്കി വേ, സൗരയൂഥം, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ആകാശമണ്ഡലം അള്ളാഹു നേരിട്ട് കൺട്രോൾ ചെയ്യുന്നു. അവിടെ പ്രശ്നങ്ങളില്ല. ഭൂമിയിൽ മനുഷ്യനെ ഏൽപ്പിച്ചിടത്തൊക്കെയും പ്രശ്നങ്ങൾ വ്യാപകമാണ്. ബിമാ കസബത്ത് ഐദിന്നാസ്, മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ട് ഭൂമിയിൽ മുഴുവനും കുഴപ്പങ്ങളുണ്ടായി.
വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും രാഷ്ട്രത്തിലുമൊക്കെ ഇടപെടുന്നതാരാണ്? മനുഷ്യരാണ്. മനുഷ്യനാണ് ഭൂമുഖത്ത് ശാന്തി ഉണ്ടാക്കേണ്ടത്. ഹൈപ്പർ മാർക്കറ്റുകളിൽ, സൂപ്പർ മാർക്കറ്റുകളിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസിദ്ധമായ ഇതുപോലെയുള്ള കടകളിൽ ചെന്ന് വാങ്ങിക്കാൻ കഴിയുന്ന ഒന്നല്ല സമാധാനം എന്ന് പറയുന്നത്. സമാധാനം മനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ പറഞ്ഞു, ലൈസൽ ഗിനാ അൻ കസ്റത്തിൽ അർദ് വലാകിന്നൽ ഗിനാ ഇനൻ നഫ്സ്. സമ്പന്നത വർദ്ധിക്കുക എന്നതല്ല ഐശ്വര്യം, സമാധാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലൈസൽ ഗിനാ, അറിയുക, സമ്പത്തിന്റെ അഭിവൃദ്ധിയല്ല സമാധാനം, വലാകിന്നൽ ഗിനാ ഇനൻ നഫ്സ്, മനസ്സിന്റെ സമാധാനം. അല്ലേ? കപ്പയും മത്തിയും വാങ്ങി വീട്ടിൽ ചെന്ന് അത് പാകം ചെയ്ത് തിന്ന് ഏമ്പക്കമിട്ട് സമാധാനപൂർണമായി ഉറങ്ങിയൊരു കാലമുണ്ടായിരുന്നു കേരളീയന്. അല്ലേ? അങ്ങനെയൊരു കാലഘട്ടം. ഇന്ന് പാതിരാത്രിയിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. എവിടേക്കാ ഇറങ്ങണത്? വലിയ വലിയ ഹോട്ടലുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മൃഷ്ടാന്ന ഭോജനം നടത്താൻ മനുഷ്യൻ ഇറങ്ങിത്തിരിക്കുകയാണ്. എവിടെ നോക്കിയാലും ഭൗതിക പ്രമത്തതയുടെ, ഭോഗപരതയുടെ, ഭൗതിക ലോകത്തിന്റെ പളപളപ്പുകളിൽ കണ്ണഞ്ചിപ്പോയ ഒരു തലമുറയെ നാം കാണുകയാണ്. മനുഷ്യ, നീ എന്തിനാ ജീവിക്കുന്നത്? എന്താ നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം? അറിഞ്ഞിട്ടുണ്ടോ? ആലോചിച്ചിട്ടുണ്ടോ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. 60-ാം അധ്യായം സൂറത്തുൽ മുൽക്ക് 2-ാമത്തെ വാചകമാണ്. എന്തിനാണോ നിനക്കൊരു ജീവിതം നൽകിയത്? എന്തിനാണോ നിനക്കൊരു മരണമുണ്ടാക്കിയത്? ലിയബ്ലുവകും, നിന്നെ പരീക്ഷിക്കാനാണ്. അയ്യുക്കും, നിങ്ങളിൽ ആരാണ് അഹ്സനു അമല, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്ന് നോക്കാൻ, നല്ല കാര്യങ്ങളിൽ വ്യാപൃതരാകാൻ. അല്ലേ? ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫല്യഅമൽ അമലൻ സ്വാലിഹാ. അല്ലാഹുവിനെ, പടച്ച തമ്പുരാനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവർ അമലു സ്വാലിഹാത്ത് ചെയ്തു കൊള്ളട്ടെ എന്ന് 18-ാം അധ്യായം 110-ാമത്തെ വചനത്തിൽ പറയുന്നു. ഇസ്ലാം മനുഷ്യന്റെ മുമ്പിൽ ഒരു ജീവിതം ഇട്ടുകൊടുത്തു. എന്തിനാ നീ ജീവിക്കുന്നത്? നിന്റെ ഓരോ ശ്വാസത്തിനും അർത്ഥമുണ്ട്. നിന്റെ ഓരോ ഉച്ഛ്വാസത്തിനും അർത്ഥമുണ്ട്. നിന്റെ ജീവിതത്തിന്റെ ഓരോ സ്പന്ദനങ്ങൾക്കും അർത്ഥമുണ്ട്. നിന്റെ നോട്ടത്തിലൊരർത്ഥമുണ്ട്. നിന്റെ കേൾവിയും നിന്റെ കാഴ്ചയും നിന്റെ ചിന്താശേഷിയും സമൂഹത്തിന്റെ നിർമ്മാണപരമായ പ്രവർത്തനത്തിന് വേണം, സംഹാരമായ പ്രവർത്തനത്തിനാവരുത് എന്ന് ലോകത്തെ പഠിപ്പിച്ച ഏക ദൈവികമായ മതം. ഓരോ കാര്യങ്ങളും സമാധാനം ഉണ്ടാവണോ? ഒറ്റ വഴിയേ ഉള്ളൂ. ലോകത്ത് സമാധാനം ഉണ്ടാക്കിയ ഒറ്റ വഴി. അസമാധാനത്തിലായിരുന്നു അറബ് ജനത. ഞാൻ ഇന്ന് ഇങ്ങോട്ടുള്ള യാത്രയിൽ മരുഭൂമിയിൽ കുറെ ഒട്ടകങ്ങൾ, ഞാനതിനെ നോക്കി. വണ്ടി അവിടെ നിർത്തി. അതുമായി മാനസികമായി കിന്നാരം പറഞ്ഞു. നിങ്ങൾക്കറിയാം, ഒട്ടകത്തിന്റെ സഞ്ചാരത്തിനനുസരിച്ച് ടെന്റ് കെട്ടിയിരുന്ന ഒരു ജനത, അറബ് ജനത, സംസ്കാരത്തിന്റെ പൂജണ്ടിഗിരിയിൽ നിന്ന ഒരു ജനത, ജീവനോടെ പെൺകുട്ടികളെ കുഴിച്ചു മൂടി അതിൽ തെല്ലും ദുഃഖിക്കാത്ത കരിമ്പാറ സമാനമായ ഹൃദയം പേറിയ ഒരു ജനത. എന്തിനാ ജീവിച്ചത് അവർക്കറിയുമായിരുന്നില്ല. മരുഭൂമിയുടെ ഒട്ടകത്തിന്റെ സഞ്ചാരമനുസരിച്ച് ടെന്റ് കെട്ടി അവിടുത്തെ വെള്ളം അവസാനിച്ചാൽ അക്കരയിലേക്ക് ഒട്ടകത്തിന്റെ സഞ്ചാരമനുസരിച്ച് അലക്ഷ്യമായി ജീവിച്ച ഊശ്വരഭൂമിയിലെ ഊശ്വര ഹൃദയം പേറിയ ഒരു ജനപദം. സമൂഹത്തിലെ ആ ജനപദത്തെ കുറിച്ചുള്ള വിലയിരുത്തൽ അതൊരു ചരിത്രമായിരുന്നില്ലേ? പാറക്കെട്ടുകളാൽ വലയം ചെയ്യപ്പെട്ട, കോളനിവൽക്കരണത്തിന് വിധേയമാകാത്ത ആ അറബ് ജനതയില്ലേ, കള്ളുകുടിച്ച് വ്യഭിചരിച്ച് സാർവത്രികമായി മാറിടം തുറന്നു കാണിച്ച് എല്ലാ ലൈംഗികമായ ലോകത്തേക്കും ജീവിച്ചു പോന്ന ഒരു ജനതയെ നിങ്ങൾക്കറിയാം ചരിത്രത്തിൽ നിന്ന്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയുടെ 1-ാം വോള്യത്തിലൂടെ വിശദീകരിക്കുന്ന അറബ് ജനതയുടെ സംസ്കാരം, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിച്ച ആ ഒരു മണ്ണ്, ആ മണ്ണിലെ അവരുടെ ജീവിതത്തിലേക്കാണ്
പ്രവാചക തിരുമേനി